ഹലോ നമസ്കാരമുണ്ട്. നമ്മൾ ഇന്ന് ഇപ്പം ബീച്ച് ഡാമിൽ ഒരു സവാരിയാണ് കുട്ടവഞ്ചി. ഞാനും എൻ്റെ സുഹൃത്തുക്ക് രണ്ടാളുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുണ്ട്. നമ്മൾ പോയി നോക്കാം. ആദ്യമായിട്ടാണ് കുട്ടവഞ്ചിക്കാരന്. പേടിയാന്നടാ, പിടിച്ചോ. നമ്മ കുട്ടവഞ്ചി നമ്മൾ കയറാൻ വേണ്ടി പോയി. അടിക്കണ്ടേ അടി തന്നെ. എന്താണ് ഇങ്ങനെ കറങ്ങുന്നത്? അപ്പൊ നമ്മ പോയിട്ട് കേട്ടാ. നീ തോയണ്ട, എനിക്ക് തോയാൻ അറിയാം. പറയാനുണ്ട് ബീച്ച് ഡാമിലെ ഒരു കുട്ടവഞ്ചി സവാരി. ആദ്യമായിട്ടാണ് നീ പോകുന്നല്ലേ? കുട്ടവഞ്ചി സവാരിയാണ് അതിൽ ആദ്യമായിട്ടാണ്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ ചേട്ടൻ തുഴയുന്നുണ്ട്, ആഞ്ഞ് തുഴയുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്ന്? സുമേഷ്. നല്ല സുഖമുണ്ട് കേട്ടോ. മീനിനെ കാണും. തുടങ്ങിയിട്ട് ഒരു വർഷമായി ഇവിടെ. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നല്ല വെയിലോ ചെയ്തു, നല്ല അടിപൊളി വരും. പക്ഷെ വലിയ ചൂടറിയുന്നില്ല ഈ വെള്ളത്തിലായിട്ട്. കാറ്റുണ്ട്, നല്ല കാറ്റ്. ഫോണൊന്നും പോയാൽ പിന്നെ കിട്ടൂല. ഓക്കെ വേണ്ട. യാത്ര അന്ന് നമ്മൾ ബാണാസുര പോയിട്ടൊന്നും നമുക്കൊന്ന് കയറാൻ പറ്റില്ല. കൊട്ടവഞ്ചിക്ക് മോള് പോലെ ആ അങ്ങോട്ട് എവിടെയാ സ്ഥലം? മല കാണുന്ന സ്ഥലം. അതെ, അല്ല ആ മല കാണുന്ന എങ്ങോട്ടാണ്? അതല്ലേ? കൊയിലാള് കൊട്ടു വേണം, കുരൽ വേണം, കുരവ വേണം. ഓ വരവേൽക്കാൻ ആളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയ ശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. എന്തായിരുന്നു ഇല്ലല്ലേ? ഈ ഡാമില് ഏതെല്ലാം നദി? ഇത് വേറെ ഒരു പുഴയും ഡാമും നദിയൊന്നും ടച്ചല്ല. ഇല്ല, ഫുള്ള് കാട്ടിയത് തന്നെ വെള്ളം, മലവെള്ളം മാത്രം. തണുപ്പല്ലേ? ഫോട്ടോ എടുത്താ ഇങ്ങനെ എല്ലാവർക്കും തുഴയാൻ പറ്റില്ലല്ലേ? എല്ലാവർക്കും തുഴയാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെ തടയാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ ഒറ്റ പോകും, മറിഞ്ഞു അറിയില്ല, തിരിയുള്ളൂ. അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ പേടിയാവുന്നു. അല്ല, കുറേ സ്പീഡായി നമുക്ക് നിയന്ത്രിക്കാനും പറ്റില്ല. ഇപ്പം ഇതൊരു കാരണത്തിൽ നിന്നവിടെ നിന്ന് നമ്മൾ പഞ്ചാളി നിൽക്കുന്നില്ലേ, ഇങ്ങനെ ഇരുന്നിട്ട് മറിക്കാൻ നോക്കിയൊന്നും അറിയില്ലേ. വഞ്ചിയുടെ പോലെ ഇരുന്നാട് ഇരുന്ന് എന്ത് ചെയ്താലും മറിയില്ലേ, കറങ്ങല്ല. ഇവിടെ ആണ് കുറവ്. അങ്ങനെ സ്ലോപ്പ് കേട്ടോ. അങ്ങനെ അല്ലേ? ചിലവിടെ ഇങ്ങനെ ചെറുപ്പമായിട്ട് ഭയങ്കര താഴ്ചയാവും, ചിലവിടെ ഭയങ്കര ഉണ്ടാവും. അങ്ങനെയാണ് കിടക്കുന്നത്. 10-15 കിലോമീറ്റർ ദൂരം വെള്ളം കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും അധികം താഴ്ചയില്ല. അങ്ങോട്ടാ ഈ വെള്ളത്തിന്റെ കളർ എന്താ പറയാ, ഭയങ്കര താഴ്ച.
നീല കളർ കാണുന്നില്ലേ? അത് വല ഇട്ടതാ, വല ഇട്ടതാ. ഇങ്ങോട്ട് ഇത് പൊടി വല കിട്ടിയത്. ഇങ്ങോട്ട് ഇത് ഇവിടെ കുറച്ച് ഇത് 15 കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞില്ലേ ചേട്ടാ? ഈ 15 കിലോമീറ്റർ ദൂരത്തിന്റെ ഉള്ളിൽ 100 കണക്കിന് അങ്ങനെ കൈവരികളുണ്ട്. വെള്ളം കടക്ക് ഇതേപോലെ കയറി വെക്കുന്ന സ്ഥലങ്ങൾ. അത് പൊടി വല കിട്ടിയത്. ഈ വലയിട്ട് വെച്ച് അതല്ലേ നല്ല മീൻ കിട്ടുന്നതായിരിക്കും. അത് പൊടി വലയാണ്. അതെ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്ന വെള്ളം കുടിക്കുന്ന ആനയുണ്ടോ? പിന്നെ ഇതല്ലേ ഇന്നലെ ഇവിടെ വന്നിട്ട് എന്തായാലും വെള്ളത്തേക്ക് വരില്ല. ഇല്ല ഉപദ്രവമൊന്നും ഇല്ല. ഇതല്ലേ നമ്മ അങ്ങോട്ട് അല്ലേ നമ്മ അങ്ങോട്ട് ഉപദ്രവം ചെയ്യുമ്പോൾ ഉണ്ടാവും, അല്ലാതെ ഒന്നും ചെയ്യില്ല അവർ.